ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചാണ് ഉച്ചയ്ക്കൊരു ബ്രേക്കിന് വേണ്ടിയിട്ട്. ആ വെള്ളച്ചാട്ടമാണ് അവിടെ നടന്നു പോയി കാണും. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. എനിക്ക് തന്നെ ആ ബ്ലാക്ക് കാണുന്നതാണ് നമ്മുടെ കോഴ്സ്. നമ്മൾ ഇന്ന് പേരൻസിൻ്റെ ഒപ്പം ഒരു ലോങ് ട്രിപ്പിന് പോകാൻ കേട്ടോ. അപ്പോൾ ഇവർ വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മളൊരു ലോങ് ട്രിപ്പിന് പോകുന്നത്. സ്ട്രാൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടുന്ന് 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്? 313 കിലോമീറ്റർ ആണ്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അവിടെ എന്താകുമെന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും നാളെയാണ് നമ്മുടെ മെയിൻ ട്രിപ്പ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഇന്നത്തെ ട്രിപ്പ് പോകുന്ന വഴി എല്ലാ കാഴ്ചകളൊക്കെ കണ്ടു പോകാട്ടോ. സന്തോഷകരമായ നൈവ് റിവർ എന്ന് പറഞ്ഞൊരു റിവറിന്റെ സൈഡിൽ കൂടെ ഹൈഡ്രോ ടാസ്മാനിയ പവർ സ്റ്റേഷൻ ആണ്. ഇതുണ്ട് വാട്ടർ പൈപ്പാണ് ഈ വരുന്നത്. വലിയ അങ്ങ് മലമീന്ന് വരുന്നത്. നമ്മൾ അപ്പുറത്തുനിന്ന് ശരിക്കും കാണാമായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് അത്രയും കാണത്തില്ല. അതൊരു ഭയങ്കര. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അങ്ങനെ ഹാഫ് വേ എത്തി. നമ്മൾ ഒരു ചെറിയ ബ്രേക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയൊക്കെയാണ്. എടുത്തോ? എടുത്തില്ല? അമ്മച്ചി എടുത്തോ? ഇരുന്ന് ഞങ്ങൾ ഓരോ കോഫിക്ക് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നല്ല ഹാറ്റാണ് കേട്ടോ. അച്ചാച്ചൻ ഷുഗർ കാരണം സാധാരണ അത് സാധാരണ പഞ്ചസാര ഇല്ലാതെ കാപ്പി പിടിക്കുന്നതാണ്. ഇതിപ്പോൾ 3 പഞ്ചസാര ഇട്ടിട്ട് ആയിട്ടില്ല. അമ്മച്ച് 4 ഇട്ട്. എങ്ങനെയുണ്ട്? ആയോ? അമ്മച്ച് 4 ഇട്ട്. അച്ചാച്ചൻ വേണം ഒന്നര ഇട്ടോ. ആയോ? മധുരമായോ? ചെറുതായിട്ട് അല്ല എന്നെ എന്തായാലും ഇട്ട്. ഉച്ച എന്താ മേടിക്കാൻ പോയേക്കാം. അപ്പനെ സോപ്പിട്ട് ഐസ്ക്രീം എടുക്കാൻ പോയേക്കാം. അത് വെച്ചാൽ കയ്പ്പനായിട്ട് കയ്പ്പൻ കാപ്പി കുടിക്കുകയാണ്. ഇവിടെ ഒരാൾ മദ്രസേവ. ഇത് നല്ലൊരു കഫേയാണ് കേട്ടോ. ഞങ്ങളിപ്പം പോന്നിട്ട് 150 കിലോമീറ്റർ ഹബാട്ടിൽ നിന്ന് വിട്ടിട്ട് ന്യൂനഫോർക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 150 കിലോമീറ്റർ മാറി കഴിഞ്ഞ് കാണുന്ന ആദ്യത്തെ കടയാണ്. ഇതൊക്കെ കാട്ടുപൂക്കളാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ടെലിഫോൺ ബൂത്ത് ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ബ്രേക്കിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. ഇങ്ങോട്ടൊക്കെ കുറച്ച് ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ക്യാരവാൻ, ഇതൊക്കെ ക്യാരവാനാണ്. ക്യാരവാൻ ഇങ്ങനെ വീടായിട്ട് പോകുന്ന ഫുള്ള് ബെഡ്റൂമും ടോയ്ലറ്റും ഒക്കെ ആ വണ്ടിക്കകത്ത് തന്നെയുണ്ട്. ഇനി 86 കിലോമീറ്റർ കഴിഞ്ഞാലാണ് പെട്രോൾ പമ്പ് ഉള്ളത്. ക്യൂൻസ്റ്റോൺ എല്ലാം ഇവിടെ അറിയിക്കും കേട്ടോ. അതാ അങ്ങ് മല നോക്ക് എന്റെ അമ്മ. അത് ഫ്രീഡം പോലെ വിജനമായ സ്ഥലത്ത് കൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കുറച്ച് നടക്കാമെന്ന് വിചാരിച്ചാണ് ഉച്ചയ്ക്കൊരു ബ്രേക്കിന് വേണ്ടിയിട്ട്.
അപ്പം നമ്മൾ വന്നേക്കുന്നത് ഒരു ചെറിയൊരു ഡാം പോലത്തെ ഒരു സ്ഥലത്താണ്. റിച്ചുകൂട്ടനാണ് എൻ്റെ ജാക്കറ്റ് എടുത്തിട്ടിട്ട് കോമാളി കളിക്കുക. കാറ്റിന് നല്ല തണുപ്പുണ്ട്, പക്ഷെ നല്ല വെയിലുണ്ട്. എടാ തട്ടി വീണു പോട്ടോ. എന്നൊക്കെ അവിടെ ഒരു ദ്വീപ്, ആ മലകളൊക്കെ എന്നാ രസമാണ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. വാവ്, സൂപ്പർ. നല്ല ഫോട്ടോ കിട്ടിയില്ലേ? സമയം എത്രയായി? 5:45. തവള ചാടാണ്. അങ്ങനെ രണ്ടുപേരിലാക്കണ്ട. രണ്ട് തവളകള്. ഇത് നമ്മൾ ഡോണറ്റ് കഴിക്കുകയാണ്. ഓരോ ഡോണറ്റ്. അച്ചാച്ചനും അമ്മച്ചും ചോദിക്കും ഇത് ഉഴുന്നോടെ അല്ലല്ലേന്ന്. ഉഴുന്നോടെയാന്ന് ഓർത്ത ഞാൻ എടുത്തു പോയത്. അച്ഛനെ കണ്ട ഒരു പഞ്ചാബി ലുക്കുണ്ട്, പഞ്ചാബി പാകിസ്ഥാനി അല്ലേ? അത് പിന്നെ പണ്ടേ ഉണ്ടല്ലോ. വലിയൊരു പാറക്കട്ടെ. എന്താ രസം നോക്ക്. പർവ്വതങ്ങൾ പോലെയുണ്ട്. അതാ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടമാണ് അവിടെ നടന്നു പോയി കാണും. ആ ഇത് നല്ല രസമുണ്ടല്ലോ. നിർത്താൻ പറ്റില്ല, രസമുണ്ട്. അടിപൊളി നല്ല ഹൈറ്റ് ഉണ്ടല്ലേ. സൂപ്പർ. നല്ല വ്യൂ ആണ് കേട്ടോ. ഭയങ്കര വെയിലായതുകൊണ്ട് നിരക്ക് കാണത്തില്ല. സമയം കാര്യം 6:30 ആയി. ഇതല്ല കിങ്സ്റ്റൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന്. ആ ട്രെയിനിൽ പോകും. നമ്മള് വന്ന വഴികളാണത്. ഈ പുറകോട്ട് ഈ പർവ്വത നിരകളാട്ടോ. എൻ്റെ അമ്മോ. നമ്മള് ക്യൂൻസ്റ്റൗൺ, ചെറിയൊരു ടൗൺ എത്രേ ഉള്ളു. പക്ഷെ ഇതിന്റെ ബാക്കിലാണ് ആ പർവ്വതങ്ങൾ മുഴുവൻ. ഓ, ബിഗ് ഫോർ ഹോളിഡേ പാർക്സ്, ഹോളിഡേ റിട്രീറ്റ് സെന്റർ എന്തൊക്കെയുണ്ട്. ഇവിടെ നിന്ന് ഇത് മേടിക്കണോ? കീ മേടിക്കണോ? നമ്മൾ എത്തിപ്പോയി മോനെ. കിട്ടിയാ? കീ കിട്ടിയാ? നമുക്ക് അപ്പൊ നമുക്ക് 2 വീടാണോ? ഞാൻ ഒരു വീട്ടില് 2 റൂമാണ്. അങ്ങനെയാണോ? ശരിക്കും വേഗം ഇവിടെ അടുത്താണോ? ഈ കോമ്പൗണ്ടിലാ? അങ്ങനെ നമ്മള് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഒരു വീട്. 2 വീടായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അടുത്ത വെച്ച് വലിയ മടുപ്പൊന്നും ഉണ്ടായില്ല. എന്താ ഇത് ഇവിടെ ഒരു ലോണ്ടറി എഴുതിയിട്ടുണ്ട്. അതാണ്ട ഇവിടെ എല്ലാം ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളെല്ലാം ഫുള്ള് തടി വീടുകളാ. 9-ാം നമ്പർ ഉൾക്കാടിക്കാൻ പോകുന്നു. തന്നെ ഐശ്വര്യമായിട്ട് തുറന്നു. പുതിയ വീട് പിന്നെ വാങ്ങിയിട്ട് താക്കോൽദാന ചടങ്ങൊക്കെ പോലെ ഉണ്ട്. എന്റെ പൊന്നെ മതി. വലതുകാലം വെച്ച് ജനങ്ങളല്ലേ. അടിപൊളി വീടാണല്ലോ. അല്ല ഇത് നമ്മള് പുറത്തുനിന്ന് ചെറുതായിട്ട് കണ്ടെങ്കിലും അകത്ത് നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. അത് ചെറിയൊരു കൗച്ചുണ്ട്. ഇത് 2 പേർക്കുള്ള വീടായതുകൊണ്ട് 2 പേർക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. 2 പേർക്കുള്ള ചെയറ്, ഇതൊരു കുഞ്ഞ് TV ഉണ്ട്. ഇതാ ഇവിടെ 2 അടുപ്പുണ്ട്, മൈക്രോവേവ് ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്.
കാർപ്പറ്റാണ്. ഇവിടെ എന്താ അത് അടുപ്പ്. ഇവിടെ ടോയ്ലറ്റും ഷവറൊക്കെ ഉണ്ട്. ഓ ഇവിടെ ബെഡ്റൂം. ഇവര് ബാക്കിലേക്കും പോയാ ബാക്കില് കാട്ടില്. അത് ശരിക്കും കാടിന്റെ ഉള്ളിലാല്ലേ? ഞാൻ പറഞ്ഞ കാടിന്റെ അടുക്കല്ല. അവിടെ ചെറിയൊരു നല്ല തണുപ്പുണ്ടാവും, മരത്തിന്റെ വീടായതുകൊണ്ട്. പിന്നെ കാട്ടിനുള്ളിലായതുകൊണ്ടും തണുപ്പുണ്ടാവും. TV കാണാൻ പോകണം. അതാ പറഞ്ഞ പുറമേ നോക്കിയപ്പോ ചെറിയൊരു പെട്ടി പോലെയായിരുന്നു. പക്ഷെ ഉള്ളിൽ കയറിയപ്പോ ഇവിടെ ഇലക്ട്രിക് ബ്ലാങ്കറ്റ് ഉണ്ട്. ഇത് ചൂടായി കഴിഞ്ഞാൽ ചൂടാവും. കത്തിപ്പോകുന്നില്ല. ചെലപ്പോ തണുപ്പുണ്ടാവും. പക്ഷെ ഇതിന്റെ ഉള്ളിലായോണ്ട് വെറും തടിയാ. ചൂട് കുറച്ചും കിട്ടാ മതി. എനിക്കൊരു വൃത്തി ഒന്നും തോന്നിയില്ല. പക്ഷെ ഉള്ളിൽ നല്ല രസല്ലേ? നല്ല റൂഫൊക്കെ അടിപൊളിയല്ലേ? ഇരുട്ടായിക്കോളും. രാവിലെ കാഴ്ച കണ്ടു കിടക്കാണ്. ഇതൊരു അനുഭവല്ലേ? ചിലപ്പം നമ്മള് കാണാൻ പറ്റും. രാവിലെ വിളിക്കും. ഇത് ഹീറ്റിങ്ങിന്റെ സാധന. അപ്പൊ നമ്മൾ അടുത്ത വീട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നു. അടുത്ത വീട് ചെക്ക് ചെയ്യാൻ പോകുന്നു. ഇത് വേറെ രീതി കേട്ടോ. തണുക്കുന്നുണ്ട്. തണുപ്പുണ്ട്. മരത്തിന്റെ വീടല്ലേ അവിടെ. കിടന്നു വിളിക്കാനൊക്കെ ഉണ്ടല്ലോ. TV ഉണ്ട്. അവിടുത്തെ പോലെ തന്നെ ടേബിളും ചെയറും അടുപ്പ് എല്ലാം ചെറിയൊരു ഷേപ്പിലൊക്കെ വ്യത്യാസം. ഇച്ച് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇച്ചിന് ബാത്ടപ്പ് കണ്ടപ്പോഴത്തേക്കും കുളിക്കണം. അങ്ങനെ ഇച്ച് കുളിയെല്ലാം കഴിഞ്ഞ് ഇവിടെ ചോക്ലേറ്റ് തീറ്റയാണ്. നമ്മൾ കുക്കറൊക്കെ ആയിട്ടാണ് വന്നത്. കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഇച്ചക്കൂട്ടം ഏതാ നൂഡിൽസ് കഴിക്കാൻ പോവാണ്. ചൂടുണ്ട് കേട്ടോ. നമ്മുടെ ചായ റെഡിയായി. ചോറ് കഞ്ഞി കുടിക്കുന്നു. കഞ്ഞിയും പയറും. ചച്ചനും അമ്മച്ചി കഞ്ഞി കുടിക്കുകയാണ്. Good morning. Good morning. എങ്ങനെയുണ്ടായിരുന്നു രാത്രി? കുഴപ്പമില്ല. ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി. ഗുഡ് മോർണിംഗ്. സമയം എത്രയായി? രാവിലെ ഞാൻ നല്ലൊരു കാപ്പി കുടിക്കാമെന്ന് വെച്ചിട്ട് ഫുൾ പാലില്. കാരണം നമ്മൾ ഇന്നലെ മേടിച്ചിടുന്ന പാല് ഇനി തിരിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫുൾ പാലിൽ വെള്ളം ഒഴിക്കാതെ കാപ്പി ഉണ്ടാക്കാൻ പോവാണ്. റിച്ചുകൂടനെ എപ്പോഴും നല്ല ഉറക്കാണ്. അമ്മച്ചേക്ക് എഴുന്നേറ്റ് റെഡി ആയിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഇച്ചു. ഇതാ നമ്മൾ പോകാൻ റെഡി ആയിട്ടോ ഇന്നത്തെ ട്രിപ്പിന്. അല്ല നേരെ മേലും അല്ല എടുത്തില്ല. അവിടുത്തെ കയ്യിലെടുത്താൽ മതി.
നമ്മളിന്നൊരു ക്രൂയിസ് ട്രിപ്പിനാണ് കേട്ടോ പോകുന്നത്. എന്ന് സ്ട്രോളിൽ കൊടുത്തൊരു സ്പെഷ്യൽ ക്രൂയിസാണ്. അപ്പോൾ രാവിലെ 8 മണിക്ക് കയറി 3 മണി വരെ ക്രൂയിസിലാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളെല്ലാം ക്രൂയിസിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ഇതുവരെ അങ്ങനെ ക്രൂയിസ് കയറിയിട്ടില്ല, അച്ഛനും അമ്മച്ചിയാണെങ്കിലും കയറിയിട്ടില്ല. അപ്പം എല്ലാവർക്കും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. നമ്മൾ കൂടാതെ 5 ഫാമിലി ഉണ്ട് വേറെ. അവർ ആക്ച്വലി മിനിങ്ങാന്ന് വന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് വരാനായിട്ടുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ അച്ഛനും അമ്മച്ചിയും ഉള്ളത് കൊണ്ട് അമ്മച്ചിക്ക് 3 ദിവസത്തെ ട്രിപ്പ് അടുപ്പിച്ച് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായാലോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ 2 ദിവസത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് ഈ ലാസ്റ്റ് ഡേയിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇച്ചയും കീ ഒക്കെ കൊടുത്ത് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ എത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ആ ബ്ലാക്ക് കാണുന്നതാണ് നമ്മുടെ ക്രൂയിസ്. ഇന്നത്തെ വെതർ അത്ര വെയിലൊന്നുമില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. ഇത് ക്ലൗഡിയാണ്, എന്നാലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മൾ തന്നെ ഷിപ്പിലാണ്, ക്രൂയിസിലാണ് ഫുൾ ടൈം. നമ്മൾ ഷിപ്പിൽ പോയിട്ട് കയറിയിട്ട് തിരിച്ചു വരും. ഇതാണ് കേട്ടോ ഗോൾഡൻ റിവർ ക്രൂയിസസ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ. എല്ലാവരും എത്തി. ഇതാ നമ്മൾ ക്രൂയിസിൽ കയറാൻ പോവുകയാണ് കേട്ടോ. അത് ഓരോരുത്തരായിട്ട് കയറി തുടങ്ങി നമ്മുടെ ടീം. അല്ല ഇവിടെ ഒന്നും സ്റ്റെപ്പ് പോലും ഇല്ല, അമ്മച്ചി പേടിക്കണ്ട. ഗുഡ് മോർണിംഗ്. ഇതാ എല്ലാവരും അവിടെ സെറ്റിലായിട്ടോ. ഇപ്പൊ ഷിപ്പിന്റെ ക്രൂ ഷിജോ 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ക്യാമറയുടെ പുറകിലായിരിക്കും. കയറൊക്കെ അയച്ച് മാറ്റി നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളെല്ലാവരും കയറി ബോട്ടിൽ ഭയങ്കര ഒച്ചപ്പാടും വർത്താനം തന്നെ. നമ്മുടെ വർത്താനം ഇതിനകത്ത് ബാക്കിയുള്ളവരൊക്കെ ആയിരിക്കും. എന്ത് ശല്യങ്ങളാണ് കയറിയേക്കുന്നത്. അങ്ങനെ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ക്രൂയിസിലാണ് ഇരിക്കുന്നതെന്ന് തോന്നത്തില്ല കേട്ടോ. Our trip is a journey through time and space. My name is James, along with Riley. He will be busy navigating us safely across Macquarie Harbour today. Place your arms inside the straps. We have a designed cruising speed of around 25 knots. 30 knots. The harbour is around 35 knots. Very busy port indeed. Homeless operators. Shipping further into the 20th century, this would have been far too costly. So nowadays, all around you, looking at a landscape that's been shaped by people in the 300 men in a period of 3 years to construct. The whole economy is working hard. കൂട്ടിക്കൊണ്ടുവരാം പയ്യെ. പിടിച്ചു പിടിച്ച് വയ്ക്കോട്ടോ. ആട്ടോ ഒന്ന് പിടിച്ചു വയ്ക്കോട്ടോ. പിടിച്ചു പിടിച്ച് വയ്ക്കും. തിരിയാണ് അമ്മച്ചി അങ്ങനെ മുകളിലെത്തി. എന്താ വടിയൊക്കെ പിടിച്ചാണെങ്കിൽ എന്താ മുകളിലെത്തിയില്ലല്ലേ? അച്ഛൻ ഇപ്പോഴാണ് കാണുന്നത് അമ്മച്ചി വന്നത്.
Captain Thomas. An average wave pattern. It measures the waves in real time. You can even go online today and look it up for yourself. Now, there have been അച്ചാച്ചൻ അതാ പക്കത്ത് കയറി. അമ്മച്ചി അച്ചാച്ചൻ പക്കത്ത് കയറി. കയറിയോ? കപ്പലിന്റെ ഏറ്റവും മുകളിലോട്ടൊന്ന് കയറിയേക്കാം. Hit against the wall, breaking the rudder and resulting in a loss of steering. From that point, the captain puts an end to the ഹലോ അമ്മച്ചി. Wave pushed the carrier over the onto the left of it. The captain. And children made it onto the fifth way to the safety of the breakwater wall. Another rogue wave hit the They're lifeboat captain. and washed everyone out. Lighthouse keeper Robert Hooper wanted to row None of out the and Wendy help, however he couldn't leave his post unmanned. Tragically, his wife and 2 children drowned only metres from their front doorstep. Sawakiri sat high and dry on that sandbar for over 2 weeks. So if they'd stayed on, Hooper ended up leaving the west coast not long after the funerals and worked at Flowhead Lighthouse near Georgia. Out of 16 known shipwrecks at Hell's Gate, Kawatiri is the only one that has resulted in loss of life. പക്ഷേ ഇത് വേറെ ഇതല്ലേ, വേറെ സ്റ്റൈല്. ചെറിയ കപ്പലിലാണോ? ചെറിയ കപ്പൽ തന്നെ. അമ്മച്ചേക്ക് ഉഷാറ് കൂടി. ഇവിടം വരെ വന്നല്ല, എന്താ എല്ലാവർക്കും മോളോട് ഏറ്റവും മോളോട് കേട്ട് പോയേക്കാം. അതാണ് സ്പിരിറ്റ് അല്ലേ, അതാണ് സ്പിരിറ്റ് അല്ലേ. ഏറ്റവും മോളിലെത്തി. നമ്മളെ തെരയല്ല, ഇച്ചിരി കഴിഞ്ഞിട്ട് കയറിയതൊക്കെ പറഞ്ഞാലും വേണ്ട, നമ്മള് മുകളിലെത്തി. ക്യാപ്റ്റൻ വണ്ടി അടിക്കുന്നു. എല്ലാതിനും പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, എല്ലാവർക്കും പറ്റുന്ന പോലെ. അങ്ങനെ വയ്യാത്ത അമ്മച്ചി ഇവിടെ കയറി. കഴിഞ്ഞ വർഷം കാലൊക്കെ ഒടിഞ്ഞിരുന്നതാണേ. കാലൊടിഞ്ഞു, ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും. എന്നാലും ദൈവം അനുഗ്രഹിച്ചെന്ന് പറയാൻ മതി. Have made that fresh green water you can see at the moment. നമ്മൾ നേരത്തെ കണ്ട ഷിപ്പ് അവിടെ പോകണേ. അങ്ങോട്ട് ഓരടിച്ച് കളിക്കുക. നമ്മളവിടുന്ന് വണ്ടി ആദ്യം ഷിപ്പ് എടുക്കുന്ന സമയത്ത് അവിടെ കണ്ട ഷിപ്പാണ് അത്. The engines haven't actually stopped, it's just Captain Rick changing us over to our environmentally friendly electric engines that deliver Gordon River Cruises' signature silent cruising experience here on the river. So we are now in the Gordon River. It is a requirement for all commercial vessels to slow down whilst in the river to prevent the wash from eroding away the riverbanks. റിവറിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് എഞ്ചിലൂടെ പോകണേ. ഡീസൽ എഞ്ചിൻ നിർത്തി ഇലക്ട്രിക് എഞ്ചിലൂടെ പോകാന്ന്. To reflect on the importance of this river to Australia and to the world. The Gordon River is nearly 200 kilometres long. It starts its flow 30 kilometres south of Derwent Bridge at Lake Richmond and winds its way here into Macquarie Harbour.
ഒരിക്കലുമില്ല. ഇല്ല. എത്രയോ 2 മണിക്കൂർ മാറി നമ്മൾ താമസിച്ചിട്ട് തന്നെ വന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസം, ഇഷ്ടപ്പെട്ടല്ലേ? നല്ല എക്സ്പീരിയൻസ് കേട്ടോ. എല്ലാവരും കാരണം ഇത് കാണേണ്ട എക്സ്പീരിയൻസ് തന്നെയാ അല്ലേ? സൂപ്പറാണ്. നല്ല സ്ഥലമാണ് കേട്ടോ. നമ്മൾ പ്രദേശങ്ങളിൽ ഒത്തിരി കാണാൻ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള നല്ല എക്സ്പീരിയൻസ് ആണ്. കുറേ മലയുടെ ഇടയിൽ കൂടെ ഒക്കെ പോകുന്ന പ്രത്യേകത അല്ലേ? നമ്മൾ ദൂരെ നിന്നതൊക്കെ ചെറിയ വഴിയിലുള്ള നല്ലോണം അല്ലേ? 2-3 ഇടത്തിൽ പോകാനുണ്ടല്ലേ? ഞാൻ കരുതിയതൊരു പിന്നെ സീക്കകത്തൂടെ പോകുന്ന പക്ഷേ ഇത് റിവറാണ്. നല്ല ആഴമുണ്ടോ? ആ കളറും ഉണ്ടോ? അതെ, റിവറാണ്ട് ഈ കളർ വരുന്നത്. അല്ലേ? സൂപ്പറാണ്. ഞാനിങ്ങനെ അച്ഛൻ ചോദിച്ചത് എന്താ ഇങ്ങനെ ഈ കളർ നിന്ന് ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ മലയുടെ ഇലയും മണ്ണും എല്ലാം കൂടെ ഒഴിച്ചു വന്നിറങ്ങിയ വെള്ളം ആയതുകൊണ്ടായിരിക്കാം ഈ കളർ. ക്യാപ്റ്റൻ ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. വണ്ടി തിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന്. അത് ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഒരു ജയിലാട്ടോ. ജയിലാ? ജയില പണ്ട് സ്ത്രീകളെ കൊണ്ടിട്ടുള്ള ജയിലായിരുന്നു. അല്ലേ? ജയിലാണോ അല്ലേ? ആരെ കൊണ്ടിട്ട്? ഇവിടുത്തെ ക്രിമിനൽസിനെ കൊണ്ട് നമ്മളിനി വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ജയിലിലോട്ട് പോവാണ്. ഒരുപാട് ആൾക്കാർ ഇറങ്ങി. ഞാൻ വരുന്നില്ല. ഇപ്പോൾ ഇവരെല്ലാം പോയി കഴിയുമ്പോൾ ബാറ് ഫ്രീ ആയിരിക്കും. എന്നോട് കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, ഇനി ഇവിടെ ഇറങ്ങിയിട്ട് എല്ലാവരും ഈ സ്ഥലം ഇവിടെ ജയിലുണ്ട്, ജയിൽ കാണാൻ വേണ്ടി പോകാനുണ്ട്. പണ്ടത്തെ അബോറിജിനസിലേക്ക് താമസിപ്പിച്ച ജയിൽ. അബോറിജിനസ് മാത്രമല്ല എല്ലാ ക്രിമിനൽസിനെയും ആൾക്കാരെയും കൊണ്ടുപോയി പാർപ്പിച്ചതും ജയിലാണത്. അങ്ങോട്ട് കൊണ്ടുപോകാണ്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഇതാ ഒരു പാലത്തെ കൂടെ ഒരു ബോർഡ് വോക്ക് പോലെയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ ഇത് എത്ര മിനിറ്റ് ചെയ്യുള്ളത് സമയം പറഞ്ഞോ? ഓ 20 minutes walk. Just only 15 minutes. ഓ ഓക്കെ 15 minutes വാക്കാണ്. അപ്പോൾ നമ്മൾ ആ 15 minutes പോയി വരണം. ശരിക്കും കാടിനുള്ളിൽ കൂടെയാണ് പോകുന്നത്. ഇതേപോലെ വഴിയാക്കിയിട്ടുണ്ട്. അതെ, നല്ല എല്ലാവർക്കും നിർത്താൻ പാകത്തിന് വഴിയുണ്ട്. നമ്മളെ ഞാൻ ഇത് നോക്കാം. വയനാട്ടിലെ കാട്ടിലാണെങ്കിൽ മൃഗങ്ങൾ ഓടിക്കുന്നു. വലിയൊരു മരം എൻ്റെ ഇടയ്ക്ക് പോവാം. ഇടയ്ക്കും ക്യാപ്പാണോ? സ്വാഭാവിക വനം. സ്വാഭാവികമാണല്ലേ? ഇതെല്ലാം ഇങ്ങനെ ഇതുണ്ടോ? ഇതെല്ലാം വീണ്ടും വിടർന്ന് വരും. ഇതൊക്കെ വിടർന്ന് വരും അല്ലേ? ഇതിങ്ങനെ വിടർന്ന് വരും. Host to over 140 different species of trees, like the merchandise that have been put together by an old. നമ്മൾ നടന്ന് ഏകദേശം തിരിച്ചെത്തി കേട്ടോ. നമ്മൾ തുടങ്ങിയതിൻ്റെ അവിടെ ഏകദേശം എത്തി. ഇതാ നമ്മൾ എത്തി. ഓ, നിങ്ങൾ പോകുന്നില്ല അല്ലേ? അതാ അവർ ചേട്ടന്മാർ 2 പേര് മേലെയുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഷിപ്പ്. കള ഉച്ചൻ്റെ കാണിച്ച് പിക്ചർ കാണിച്ച്. സൂപ്പർ. എല്ലാവരും കളറിങ് ആണ്. എന്നിട്ടോ നമ്മളോട് ട്രാക്കിന് പോയിട്ട് നമ്മളെ കഴിക്കാൻ പോവാണോ? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലഞ്ച്. എന്തൊക്കെയാ ലഞ്ചിന് കഴിക്കുക? ബേക്കൻ, eggs, bread, and Snickers. Good. ഇച്ചിരി എന്നിട്ട് ക്രൂയിസ് ട്രിപ്പ് ഇഷ്ടപ്പെട്ടോ? How was the trip? Good. എന്തൊക്കെ കണ്ടത്? We saw nothing. Yeah, we can't even see an animal. There is no animals. നമ്മൾ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ.
നമ്മൾ എല്ലാവർക്കും ഉള്ള ഫുഡ് എടുത്ത് തന്നു. ഇത് മീൻ ഏത് ഇത് കാണിച്ചു തരാം. ഇത് സ്മോക്ഡ് സാൽമൺ ചുട്ടതല്ല, എന്താ ആവിയിൽ ആക്കിയത്. പിന്നെ ലെമണിൻ്റെ ഒരു ഇതുണ്ട്, ചിക്കൻ വേറെ എന്തോ ഒന്ന് കഴിച്ചു. സാലഡ്, ഇത് വെജിറ്റബിൾസ് പുഴുങ്ങിയത്, ബീട്രൂട്ടും ക്യാരറ്റും ആയിരുന്നു. ഇത് സോസ്, ടൊമാറ്റോ സോസ്, മയണൈസ്, ഇത് കുറച്ച് ഇല. വേറെ എന്താ ബേക്കൺ ഉണ്ടായിരുന്നു. ബേക്കൺ ഞാൻ കഴിച്ചു. എവിടെ കഴിച്ചു? അച്ചാച്ചനെ കൊടുത്ത്. ഇല്ല, അത് ഞാൻ കഴിച്ചു. അമ്മച്ചിക്ക് വേറെ വേണോ? ഇഷ്ടപ്പെട്ടോ? അത് ഇഷ്ടപ്പെട്ടോ? വേണ്ട വേണ്ട. ഇത് നമുക്ക് പിന്നെ എക്സ്ട്രാ ആയിട്ടുള്ളത് ബണ്ണ് തിരിച്ചുകൊട്ടൻ എടുത്ത, പക്ഷെ അത് കഴിച്ചില്ല. Hope you are all enjoying your lunch. Now that everyone has made their way through the buffet for the first round, you are welcome. ഇത് റൈസാണ് കേട്ടോ. ഞാനെല്ലാം കുറേശ്ശെ എടുത്ത് നിർത്തുന്നു ഓരോന്നൊക്കെ വെച്ച്, കാരണം എൻ്റെ സ്വഭാവത്തിന് പലതും ഞാൻ കഴിക്കില്ല. അച്ഛനെല്ലാം ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട്. അച്ഛനെ എന്ത് കിട്ടിയാലും കഴിക്കാം. കുമ്മാന്ന് അടിക്കും കേട്ടോ. എന്തിനാ നോക്കണേ? കടലിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നമ്മൾ റിവറിലൂടെ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ കടലിലൂടെ പോവാണ്. പയ്യന്മാരെല്ലാം ഉണ്ട്. കയ്യിലെ സാധനം കിട്ടിയില്ല, ഇതിവിടുന്ന് മേടിച്ച ബോട്ടിൽ നിന്ന്. കടലിലൂടെ പോകുന്നോണ്ട് ഭയങ്കര കാറ്റാണ്. കടലിലെ നല്ല ഒത്ത നടുക്കും കൂടെ പോകണം. അതിൻ്റെ ഭയങ്കര കാറ്റാട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് നോക്കി ഫുള്ള് കടൽ തന്നെയാണ്. കടലെങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട് അവിടെ. ഭയങ്കര കാറ്റാണ്. ടൈറ്റാനിക് കളിച്ച് പറന്നു പോകാനായിട്ട്. ഇത് ഒരുമാതിരി അല്ലേ, ഒരു ഭീകരാന്തരീക്ഷം പോലെ അല്ലേ? ആ, ഇതുകൊണ്ട് മൊത്തത്തിലൊരു പ്രതീതിയുണ്ട്, ഒരു ഭീകരാന്തരീക്ഷം പോലുണ്ട്. കാറ്റുണ്ട്, കറുത്ത ആകാശം, കറുത്ത വെള്ളം. അയ്യോ, ഓ ശ്വാസം എടുക്കാനൊക്കെ ഭയങ്കര പാട്. എൻ്റെ അമ്മോ, ഭയങ്കര കാറ്റ്. ഭയങ്കര കാറ്റാ, ഭയങ്കര കാറ്റ്. പറന്നു പോവാ. എന്തായാലും നടക്കരുത്, ദ്വീപ്, ഒരു ചെറിയ തുരുത്ത്. ഏതൊരു ഐലൻഡിലേക്ക് പോകണം, സാറാസ് ഐലൻഡ്സിലോട്ട്. സാറ ഐലൻഡ് ഇവിടുന്ന് ഓടിക്കുന്നുണ്ട്. ഇനി ഇവിടെ ഇറങ്ങാൻ പോവല്ലേ? ഒരു സാറ ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്, അവിടെ ഇറങ്ങാന്നാണ് പറഞ്ഞത്. അതാ ഇതാ തോന്നുന്നു ഐലൻഡ്. ഇതിലോട്ട് കയറാൻ പോവാണ്. അങ്ങോട്ടടുപ്പിച്ച്
ഹിസ്റ്റോറിക് സൈറ്റ്. ഇതിലോട്ട് കയറുക. സേറ ഐലൻഡ് ദ്വീപ്, സേറ ഐലൻഡ്. ഇനി നമ്മൾ സേറ ഐലൻഡിലേക്ക് പോകട്ടോ. നല്ല നീളമുള്ള ഒരു പാലാണ് ഐലൻഡിലേക്ക്. എല്ലാവരും പോയി, നമ്മൾ ഏറ്റവും ലാസ്റ്റ്. അമ്മച്ചി വരുന്നില്ല ഇപ്രാവശ്യം, വെച്ചത് ദൂരം കൊള്ളാൻ. അച്ചാച്ച മുന്നേ പോയി. നമ്മുടെ ഷിപ്പ് എന്താണ്? They then housed 30 men. They're real dangerous out and outers. ഇവിടെ സേറ ഐലൻഡിൻ്റെ ഒരു ഇതൊക്കെയുണ്ട് കേട്ടോ. സേറ ഐലൻഡ്, ടാസ്മാനിയാസ് ഓൾഡസ്റ്റ് ആൻഡ് മോസ്റ്റ് റിമോട്ട് കോൺവിക്ട് സെറ്റിൽമെൻറ്റ്. ഇതിൻ്റെ അടിയിലൊക്കെ മറ്റേ വലിയ ബ്ലൂ ഗം എന്ന് പറഞ്ഞ മരം കൊണ്ട് ഇങ്ങനെ കോളം ഉണ്ടാക്കി പൂവുണ്ടാക്കി അതിൻ്റെ മുകളിൽ മരത്തിൻ്റെ ബോർഡുകൾ അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഗ്രാവൽ ചരലിട്ടിട്ട് അങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. ഇവിടെയൊക്കെ കുറേ പഴയ ബിൽഡിങ്ങിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. സെർവൻസ് ക്വാർട്ടേഴ്സ്, കിച്ചൺസ് ഒക്കെ ഇവിടെ ആൾക്കാരൊക്കെ താമസിച്ചിട്ടുണ്ട്. പണ്ടത്തെ 1800-കളിലല്ലേ അന്നത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. ഇവിടെ മിലിറ്ററി ഓഫീസേഴ്സ്, കമാൻഡൻസ്, ഡോക്ടേഴ്സ്, സർജൻസ് ഒക്കെ അങ്ങനെയൊക്കെ ആൾക്കാർ താമസിച്ചിട്ടിരുന്ന സ്ഥലമായിരുന്നു. ഇത് വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു തോന്നല്ലോ. ഉൽക്ക വീണതാണ്. അടിപൊളി. നമ്മൾ നടന്ന് തിരിച്ച് എത്താനായി കേട്ടോ. അതാ നമ്മുടെ ക്രൂസ് കാണാനായി. എന്താണ് പറയുന്നത്? നമ്മൾ തിരിച്ചെത്തി. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി. നമ്മളങ്ങനെ കയറിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അച്ഛനും അമ്മച്ചിക്കാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു കപ്പലൊക്കെ അമ്മച്ചി? കപ്പലൊക്കെ ഉണ്ട്. സൂപ്പറായിരുന്നു, നല്ല സന്തോഷമായിരുന്നു. കപ്പലൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. അല്ലേ? ആ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമുക്കിനി ഇവിടെ നിന്ന് ഒരു 4.5 മണിക്കൂറുണ്ട് ഒറ്റ സ്ട്രെച്ചിൽ പോയാൽ. അപ്പം നമ്മളെല്ലാവരും നിർത്തി പോകുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി അവിടെ എത്തുമ്പോൾ എല്ലാവരും കപ്പലിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വണ്ടി എടുത്ത് വരാൻ വെയിറ്റ് ചെയ്യണം. അച്ചാച്ച എങ്ങനെ ഉണ്ടാന്ന് വെച്ചാ? ഒന്നുകൂടെ പോയാലോ? ഒന്നുകൂടെ പോയാലോ? ഒന്നുകൂടെ പോകാം. അടുത്ത വർഷം ഒന്നുകൂടെ പോകാം. എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇഷ്ടപ്പെടോ ലിസി? സൂപ്പർ. കിഡോസ്? സൂപ്പർ 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 സൂപ്പർ. സഞ്ജയ് നല്ല ട്രിപ്പായിരുന്നു. മിലൻ എല്ലാവരും എൻജോയ് ചെയ്തു അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തു. നമ്മളവിടെ പഴമൊക്കെ തിന്നാണ് കേട്ടോ.